അത്തം പിറന്നതോടെ നാടെങ്ങും ഓണക്കളികളും തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് കരുവണ്ണൂരിൽ ഇനി അമ്പെയ്ത്ത് ഉത്സവത്തിന്റെ ആവേശമാണ്. തിരുവോണ നാളിലാണ് അമ്പെയ്ത്ത് മത്സരത്തിന്റെ ഫൈനൽ നടക്കുക. സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട്. അത്തം പിറന്നതോടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങൾ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കരുവണ്ണൂരിലാണ്. കരുവണ്ണൂരിൽ ഒരു മത്സരം നടക്കുന്നു, അതായത് അമ്പെയ്ത്ത് മത്സരം. ആവേശകരമായ അമ്പെയ്ത്ത് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടീം അംഗങ്ങൾ തമ്മിൽ, അതായത് ഖാദർ പുതുക്കുടി എന്ന് പറയുന്ന ആൾ നയിക്കുന്ന ടീം, ശശി മാസ്റ്റർ നയിക്കുന്ന ടീം, രണ്ട് ടീമും നയിക്കുന്ന ആവേശം നിറഞ്ഞ ഒരു അമ്പെയ്ത്ത് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ നല്ല ആവേശത്തോടെ എഴുതുകൊണ്ടിരിക്കുന്നു. എടാ, നല്ല ആവേശത്തോടെ കൊള്ളിക്കാനായോ? ഈ കളി എന്താണെന്നറിയോ? എങ്ങനെ കളിക്കാനറിയോ? ഇതാരാ പഠിപ്പിച്ചെന്ന്? വലിയ ആവേശത്തോടു കൂടി മത്സരം ചൂട് പിടിക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ നമ്മളെ ഇതിന്റെ ഇതിന്റെ വലിയ വലിയ കളിക്കാരാക്കാൻ സ്റ്റെപ്പിനൊക്കെ നിൽക്കുന്നത് അവരൊക്കെയാണ് ഇപ്പം റഫറി ആയിട്ട്. അവരാ റഫറി. കുട്ടികളൊക്കെ വലിയ ആവേശത്തോടു കൂടി, കുട്ടികളൊക്കെ സ്കൂൾ ഭക്ഷണം കഴിക്കാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി അന്നേരം ഓടി വന്നിട്ടായി കളിയൊക്കെ. അതായത് വലിയ ആവേശം ഉണ്ടാവുമെന്ന് പറയുന്നു. അത്തം ഇങ്ങ് പിറന്നാൽ പിന്നെ 10 ദിവസം ഈ ഭാഗങ്ങളിലൊക്കെ, വടക്കേ മലബാറിന്റെ ഭാഗങ്ങളിലൊക്കെ നാട്ടുകാർ വലിയ ആവേശത്തോടു കൂടി എയ്യുന്നതാണ് നമുക്ക് കാണാനാവും. ഇതിന് പുറകുവശത്തോട് മാത്രമേ നമുക്ക് നടക്കാനാവുകയുള്ളൂ. കാരണം മുൻവശത്ത് പോയാൽ നമുക്ക് അമ്പ് കൊള്ളുമെന്നതിൽ യാതൊരു സംശയമില്ല. ചേട്ടാ, മത്സരിക്കുന്നുണ്ടോ? ഇവിടെ പ്രായമായ ആളുകളൊക്കെ നല്ല ആവേശത്തോടെ മത്സരിക്കുന്നു. ഇത് ടീമിന്റെ ക്യാപ്റ്റനാണ് ഈ മത്സരിക്കുന്നത്. പെൺകുട്ടികളും മത്സരിക്കാനുണ്ട്. പെൺകുട്ടികളൊക്കെ 3 പെൺകുട്ടികൾ അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ടോ അമ്പെയ്ത്ത്? ഇല്ല. എങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായി പഠിക്കുന്നുണ്ടോ? ആരാ പഠിപ്പിച്ചിരുന്നത്? തന്നെ പഠിക്കും. ഇവിടെ വന്നിട്ട് പഠിക്കാൻ. ഇപ്പം കൊള്ളിക്കാനായോ? ഇത് നല്ല അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ എയ്യാൻ വരുന്നത് എന്നുള്ളതാണ്. വളരെ ആവേശം. ഇവരുടെ സൂക്ഷ്മതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളായി ഒരു നാടിനെ വേർതിരിച്ചുകൊണ്ട് പടിഞ്ഞാറും കിഴക്ക് ഭാഗങ്ങളായാണ് തിരിഞ്ഞാണ് മത്സരം നടത്തുന്നത്. പഴയകാല കളിക്കാരൻ ബാലൻ ചാത്തോത് നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇപ്പോൾ അമ്പെയ്യുന്നുണ്ട്. മക്കളും കൊച്ചുമക്കളൊക്കെ ഇപ്പൊ കളിക്കുന്നുണ്ടല്ലേ? ഇനി രണ്ടാളൂടി വരാനുണ്ട്. ഇപ്പൊ കളിക്കുന്നില്ല? ഇല്ല, രണ്ടാളൂടി വരാനുണ്ട്. ഇപ്പൊ മൂത്ത മകനും മൂന്നാമത്തെ ആളും അവൻ്റെ മകനെ ഇവിടെ ഉള്ളൂ. നിയമം എന്താ ഈ കളിയുടെ നിയമം? നിയമം 2 ഭാഗം അപ്പുറം നിന്ന് ചെയ്യുക, സ്റ്റെപ്പ് വെക്കുക, എന്നിട്ട് വാശിയെ വിടിയിട്ട് ആർക്കാന്ന് അമ്പ് കൂടുതൽ ആർക്കാന്ന് നോക്കി ലാസ്റ്റിൽ എണ്ണ എടുക്കുകയാണെങ്കിൽ എണ്ണം കൂടുതൽ ഓൾക്ക്, തൂക്കാണെങ്കിൽ തൂക്കായിരുന്നു തോന്നുന്നല്ലേ? രണ്ടുണ്ട്. അത് നമ്മൾ ആദ്യം പറയൂ. 500 എണ്ണാണെങ്കിൽ 500 എണ്ണ എടുക്കുക, 2 കൂട്ടരും. അതിൽ ആരാണ് ജയിക്കുന്ന തൂക്കാണെങ്കിൽ 1 കിലോ എടുത്തു കഴിഞ്ഞാൽ ഒന്നിൽ ജാസ്തിയുള്ള ആൾക്കാർക്ക് കിരീടം ആര് നേടുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. അതുവരെയും ഇവിടെ ഈ മത്സരങ്ങൾ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്.